പാക് അധീന കശ്മീരിൽ വീണ്ടും ഒരു വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കലാപത്തിൽ ഏകദേശം 180 പേർ, അതായത് റിപ്പോർട്ട്സ് ക്ലെയിം ദാറ്റ് അറൌണ്ട് 150 people were killed and hundreds injured in Rawalkot, POK, Kashmir after Pakistani forces opened fire എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 180 പേരാണ് അവിടെ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചതിനെ തുടർന്ന് മരിച്ചു വീണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് ആൾക്കാർക്ക് അവിടെ പരിക്ക് പറ്റിയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രൊട്ടസ്റ്റ് സീക്കിംഗ് ഇൻഡിപെൻഡൻസ് ഫ്രം പാകിസ്ഥാൻ ഹാവ് കണ്ടിന്യൂഡ് ഇന്റൻസ്ലി ഫോർ സെവറൽ ഡേയ്സ്. സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ, അതായത് പാക് അധീന കശ്മീരിന് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആരംഭിച്ചത്. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് പാക് അധീന കശ്മീരിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരു ശവസംസ്കാര ചടങ്ങിനിടെ പാകിസ്ഥാൻ സൈന്യം പ്രദേശവാസികളെ ആക്രമിച്ചതായി ആരോപണമുണ്ടായിരുന്നു. പ്രതിഷേധക്കാരനായ ഷഹബാസിന്റെ സംസ്കാര ചടങ്ങിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രദേശവും ജനങ്ങളെയും വളയുകയായിരുന്നു. ഭീകരവിരുദ്ധ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റി ഒരു പ്രതിഷേധ പ്രകടനം ആരംഭിക്കുകയും ഒരു ലോങ് മാർച്ച് നടത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഘം ഭീകരതയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും അരാജകത്വം സൃഷ്ടിക്കുന്നുവെന്നും പാകിസ്ഥാൻ ഭരണകൂടം പാക് അധീന കശ്മീരിലെ ജനങ്ങളെ നോക്കി ഇപ്പോൾ ആരോപിക്കുകയാണ്. ഞങ്ങൾ ഒരു രാജ്യത്തിനോ സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ എതിരല്ല. ഞങ്ങളുടെ സമാധാനപരമായ പോരാട്ടത്തെ ഭീകരതയുമായി ബന്ധിപ്പിക്കുന്നത് വലിയ അടിച്ചമർത്തലാണെന്ന് JACC അംഗമായ ഷൗക്കത്ത് നവാസ് മിർ ശനിയാഴ്ച രാത്രി ഒരു ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ചാൽ ജൂൺ 9 രാവിലെ ചരിത്രപരവും അർത്ഥവത്തായതുമായിട്ടുള്ള ഒരു ലോങ് മാർച്ച് ആരംഭിക്കും. ജനങ്ങളോട് സംഘടിതരും ഐക്യത്തോടെയും തുടരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജമ്മു കശ്മീരിൽ നിന്ന് കുടിയേറിയവരും ഇപ്പോൾ പാകിസ്ഥാനിലെ മറ്റെവിടെയെങ്കിലും താമസിക്കുന്നവരുമായിട്ടുള്ള ആളുകൾക്ക് അനുവദിച്ചിരിക്കുന്ന 12 സംവരണ സീറ്റുകൾ നിർത്തലാക്കണമെന്ന് JACC ആവശ്യപ്പെട്ടു. ഈ സീറ്റുകൾ പ്രദേശവാസികൾക്ക് പ്രാദേശിക അസംബ്ലിയുടെ ഘടനയെ സ്വാധീനിക്കാൻ അനുവദിക്കുകയും പ്രധാന പാകിസ്ഥാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേഖലയിലെ സർക്കാരുകൾ രൂപീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട വാദം. സാമ്പത്തിക പരിഷ്കാരങ്ങൾ, കുറവ് ഊർജ്ജ വില, സൗജന്യ ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സംഘടന ആഹ്വാനം ചെയ്യുന്നു. POKയിലെ സമീപകാല ക്രമസമാധാന തകർച്ച പ്രാദേശിക നിയമ നിർവഹണ സംവിധാനത്തിന്റെ ഗുരുതരമായിട്ടുള്ള തകർച്ചയാണ് സൂചിപ്പിക്കുന്നു എന്ന് മാധ്യമങ്ങളോട് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ നിലവിൽ ഒന്നിലധികം മേഖലകളിൽ നിന്ന് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നും ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തെഹ്രീക്കെ താലിബാൻ, പാകിസ്ഥാൻ, ബലൂച്ച് വിമതർ, അഫ്ഗാൻ താലിബാൻ എന്നിവർ നിന്നുള്ള ഭീഷണികളെ പാകിസ്ഥാൻ സൈന്യം നേരിടുകയാണ്. ഇതിനു പുറമെയാണ് POKയിൽ ഇപ്പോൾ വലിയ കലാപവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.